ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ന്യൂട്രീഷൻ മാത്രമല്ല, അതിനുപരിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഡൈജസ്റ്റ് ആവാൻ പാകത്തിന് തന്നെയുള്ള ഒപ്റ്റിമം ഫ്ലൂയിഡിറ്റിയിലും ഒപ്റ്റിമം വാംത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് മിൽക്ക് പ്രൊവൈഡ് ആകുന്നത്. അതായത് നമ്മളിപ്പോൾ പൗഡേർഡ് മിൽക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡൈലൂഷൻ കറക്റ്റ് ആവണം, അതിൻ്റെ വാംത്ത് കറക്റ്റ് ആവണം, നമ്മൾ സ്റ്റെറൈലായിട്ടായിരിക്കും കൊടുക്കണം. പക്ഷേ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ഫ്ലൂയിഡിറ്റിലും വാംത്തിലും ആൻഡ് സ്റ്റെറൈലായിട്ടാണ് നമ്മൾ കുട്ടിക്ക് പാല് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഈ പാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വീറ്റസ്റ്റ് മിൽക്കാണ് ആൻഡ് ഹൈ ലാക്ടോസ് കണ്ടന്റ് ആണ്. ഈ ലാക്ടോസ് ആണ് കുഞ്ഞിൻ്റെ കാൽഷ്യം മഗ്നീഷ്യത്തിനെയൊക്കെ അബ്സോർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ ഹ്യൂമൻ മിൽക്കിലാണ് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉള്ളത്. ഈ പ്രോട്ടീൻസിലാണ് ഇമ്മ്യൂണോഗ്ലോബുലൻസ്. ഈ ഇമ്മ്യൂണോഗ്ലോബുലൻസിലാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി, കുഞ്ഞിന് വേണ്ട ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റി കൂടുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് വലിയ ഗുരുതരമായ അവസ്ഥകളാവാതെ, അതായത് ഇപ്പൊ ഈ പാല് അധികം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് മരണനിരക്കുകളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ നല്ലപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത കുട്ടികൾക്ക് അവരെ കമ്പയർ ചെയ്തപ്പോൾ മരണനിരക്ക് വളരെ കുറവാണ്. ഇത് മാത്രമല്ല, ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് കൂട്ടാൻ കൂടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. കുഞ്ഞിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അമ്മയ്ക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും ഗുണമുണ്ട്. കാരണം അമ്മയിൽ ഉണ്ടാവുന്ന ഈ ഓക്സിറ്റോസിൻ മുമ്പ് പറഞ്ഞ പോലെ യൂട്രൈൻ മസിൽസിനെ കൺട്രാക്ട് ചെയ്യാനും അവിടുത്തെ ബ്ലീഡിംഗ് ഒക്കെ കുറയ്ക്കാനും ഈവൻ അമ്മയുടെ വയറൊക്കെ വേഗം ചുരുങ്ങാനും ഒക്കെ സഹായിക്കും.